പച്ചരിയും തൈരും ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഏതാണ്ടൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയുടെ, നമ്മൾ ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചട്നിയോ അതല്ലെങ്കിൽ തക്കാളി ചട്നിയോ ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് മസാല ദോശയായിട്ടും ഉണ്ടാക്കാം കേട്ടോ. നല്ലോണം പരത്തി നല്ല മൊരിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ ചെറിയ 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ്സിൽ പച്ചരി, 1 ടീസ്പൂൺ ഉലുവ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകുക. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ, വാറ്റിയെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് വെളുത്ത അവലാണ് കേട്ടോ. നല്ല മെലിഞ്ഞ അവൽ കിട്ടുമല്ലോ, ആ വെളുത്ത അവലാണ്. ഈ അവൽ ഒന്ന് കഴുകിയെടുക്കുക. ചിലർ പറയും അവൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അത് വെള്ളമൊക്കെ മുഴുവനായിട്ട് ഊറ്റി എടുത്തിട്ട് വരാം. വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചേക്കണ പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട കേട്ടോ. ചെറിയ പുളി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അരിയെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൈരിലാണ് ഈ പച്ചരി കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരയ്ക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അരി നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കുക. ഇനി ഞാൻ മിക്സാക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ തൈരെടുത്ത ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 ഗ്ലാസ് കൂടെ ഇല്ല, അതിന് കുറച്ച് വെള്ളമുള്ളൂ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ നമുക്കിതിന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാവും കേട്ടോ. അത് കാരണം കൊണ്ട് അരച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് ദോശ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചത്. ഇപ്പോൾ ഇതിൻ്റെ മാവ് ഏകദേശം ദോശമാവിൻ്റെ പരുവത്തിലാണ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കോരി ഒഴിച്ച് ഇളക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും മാവ് നന്നായിട്ട് പുളിച്ച് വരുള്ളൂ. പിന്നെ ഒരുപാട് ബബിൾസൊക്കെ വരും. 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കിയാലും മതി. അതേപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ ഇളക്കുക കേട്ടോ. അപ്പോൾ കണ്ട നിറയെ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 12 മണിക്കൂറൊക്കെ വേണം കേട്ടോ. സാധാരണ മാവ് പുളിച്ച് വരാനായിട്ട് ഒരു 8 മണിക്കൂറൊക്കെ വേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ വേണം കേട്ടോ. മാവ് നന്നായിട്ട് പൊന്തി വരണമെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. മാവ് കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കില്ലേ, ഉഴുന്നൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ എങ്ങനെ മാവ് പൊന്തി വരുമോ അതേപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വെച്ച് ദോശ ഉണ്ടാക്കാം. ഇളക്കി നോക്കിയിട്ട് മാവ് ഒരുപാട് തിക്കാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ മാവ് ഇതാ കറക്റ്റ് പാകമാണ്, ദോശമാവിൻ്റെ അതേ പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ദോശ ഉണ്ടാക്കാം. കല്ലിൽ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കല്ലിലാണ് ഉണ്ടാക്കുന്നത്.
ആദ്യം ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ദോശയ്ക്ക് പരത്തണ മാതിരി പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ചെറിയ കല്ലായ കാരണം കൊണ്ട് ഒരുപാട് പരത്തണില്ല. ചെറുതായിട്ട് പരത്തിയിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം, നല്ലോണം പരത്തി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. നല്ല നൈസായിട്ട് പരത്തിയിട്ട് നല്ല മുരിഞ്ഞ ദോശ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. മൂടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. എന്നാലും ഞാൻ ചിലവർക്ക് ഇങ്ങനെ മറിച്ചിടുന്ന ദോശയാണല്ലോ ഇഷ്ടം, അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് അടിവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടാം. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, അടിയൊക്കെ നല്ല ചുവന്ന് വരും. എനിക്ക് ശരിക്കും മറിച്ചിടാത്ത ദോശയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ അടി നല്ല മുരിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും, മേൽഭാഗം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ കാണുമ്പോഴും നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശയുടെ അതേപോലെ തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ട്. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്താ പറയുക നൈസായിട്ട് പരത്തിയിട്ട് നല്ല മുരിയിച്ചുണ്ടാക്കാം. അങ്ങനെ നമ്മൾ മസാല ദോശയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമ്മളിങ്ങനെ കല്ലിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഓരോ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. മറിച്ചിടാണ്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് ഒഴിച്ച് കൊടുക്കുക, മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മതി. ദോശ നന്നായിട്ട് അടിയൊക്കെ മുരിഞ്ഞിട്ട് മേലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ദോശ നമുക്ക് എടുക്കാം. നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടൊരു ദോശയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.